നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് 19-കാരിയെ വീട്ടിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയതിന് പിന്നിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായി എന്നാണ് ലഭിക്കുന്ന വിവരം. ഇരുവരും തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ്. പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. നില അതീവ ഗുരുതരമെന്നാണ് ലഭിക്കുന്ന വിവരം. കസ്റ്റഡിയിലുള്ള യുവാവ് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇയാൾ ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത്. ഇയാളെ കൂട്ടുകാരൻ രാത്രി വീടിന് മുന്നിൽ കൊണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയെ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് സൂചന. മൃദുപ്രായയായ പെൺകുട്ടി മരിച്ചെന്ന് കരുതി ഇയാൾ മുങ്ങിയതാണെന്നും സൂചനയുണ്ട്. ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു, കൈമുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അർദ്ധനഗ്നയായ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ പീഡന ശ്രമവും പോലീസ് സംശയിക്കുന്നുണ്ട്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയാണ് ആൺസുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത്. കുറച്ചു നാളുകളായി അമ്മയും പെൺകുട്ടിക്കൊപ്പമല്ല താമസം. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് രാത്രി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. വെളുപ്പിന് 4 മണിയോടെ പെൺകുട്ടി തന്റെ മർദ്ദനത്തിൽ മരിച്ചു എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇയാൾ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ സോഫയിൽ അബോധാവസ്ഥയിൽ കണ്ടത്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. ഈ ആൺസുഹൃത്തിന്റെ ഭീഷണി കാരണമാണ് താൻ വീട് മാറി താമസിക്കുന്നതെന്നും അമ്മ പ്രതികരിച്ചിട്ടുണ്ട്. ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മകൾക്ക് മുന്നറിയിപ്പ് നൽകിയെന്നും അമ്മ പറയുന്നു. ഇയാൾ മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു. നാട്ടുകാർക്കും തലവേദനയുമായി. അവർ പോലീസിനെ പരാതിയും അറിയിച്ചു. എന്നാൽ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന ആക്ഷേപവുമുണ്ട്. അനൂപ് എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ പയ്യൻ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും പറയുന്നു. ഏതെങ്കിലും ഒരു വണ്ടിയിൽ വരും, കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. മുൻപ് നാട്ടിലെ ചില ആളുകളുമായി റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാവുകയും തുടർന്ന് സമീപവാസികൾ ചേർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. യുവാവ് ശനിയാഴ്ച രാത്രി 11-നാണ് പോക്സോ അതിജീവിതയുടെ വീട്ടിലെത്തിയത്. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ തിരിച്ചുപോയി. അന്ന് ഉച്ച കഴിഞ്ഞാണ് പെൺകുട്ടിയെ അവശയായ നിലയിൽ ബന്ധു കണ്ടെത്തിയത്. അർദ്ധനഗ്നയായ ശരീരമാസകലം ചതഞ്ഞ പാടുണ്ടായിരുന്നു. കഴുത്തിൽ കയർ മുറുക്കിയ നിലയിലും കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലുമായിരുന്നു. 2021-ലെ പോക്സോ കേസിൽ അതിജീവിതയാണ് യുവതി. കഴുത്തിലുള്ള മുറിവ് ഗുരുതരമാണ്. ദേഹമാസകലം ചതവുണ്ട്. പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്തു വരികയാണ്. യുവാവിനെ കണ്ട കാഴ്ചയിൽ തന്നെ ഒരു സുഖകരമല്ലാത്ത പോലെയാണ് തോന്നിയതെന്നും ലഹരി ഉപയോഗിക്കുന്നവരാണോ എന്ന് സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. ദത്തുപുത്രിയായിരുന്നു ഈ പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ്. 4 വർഷം മുമ്പാണ് ഇദ്ദേഹം മരിച്ചത്. പെൺകുട്ടി ഇപ്പോഴും അബോധാവസ്ഥയിലായതിനാൽ പോലീസിന് മൊഴിയെടുക്കാനായിട്ടില്ല. മിക്ക ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കായ യുവതിയെ ആക്രമിച്ചതാണെന്നാണ് നിഗമനം. സമീപത്തുകൂടി പോയ ബന്ധുവാണ് പെൺകുട്ടിയെ അവശനിലയിൽ കണ്ടതെന്നും പോലീസ് പറയുന്നു. 3 ദിവസമായി ICUവിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ. തലച്ചോറിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്തു. രഹസ്യഭാഗങ്ങളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു. കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ടായിരുന്നു. സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബാംഗമാണ് യുവതി. ഉച്ചയ്ക്ക് അടുത്ത ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ വന്നതപ്പോൾ ജനലിലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായി നിലയിൽ കിടക്കുന്ന കണ്ടെത്തിയത്. പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നു. യുവതിയെ ആദ്യം തൃപ്പൂണിത്തറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു.